ഹലോ, എല്ലാവർക്കും കുക്ക് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഗീ മൈസൂർ പാക്കാണ്. നെയ് മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വിജയദശമി ആയിട്ട് ഒരു സ്വീറ്റിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ മൈസൂർ പാക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നമ്മൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സിനൊക്കെ മേടിക്കുന്ന അതേ ടെക്സ്ചറും അതേ ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റും നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാത്രമല്ല നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണോ മൈസൂർ പാക്ക് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഒന്നില്ലെങ്കിൽ എണ്ണയോ നെയ്യോ തടവി ഗ്രീസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ലൈൻ ചെയ്ത് വെക്കുക. ബട്ടർ പേപ്പർ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇനി കടലമാവ് മെഷർ ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കുത്തി നിറയ്ക്കാതെ സ്പൂൺ വെച്ചിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 135 ml ഗ്ലാസ്സാണ്, സ്റ്റീൽ ഗ്ലാസ്സാണ്. ഇതിപ്പോൾ ഗ്ലാസ്സിൽ എന്നെ എടുക്കണമെന്നില്ല, എന്ത് പാത്രമായാലും ശരി ആ പാത്രം വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് വളർന്നെടുക്കാനായിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഗ്ലാസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ വെച്ചിട്ടാണ് ഗ്ലാസ്സിൽ എടുക്കുന്നത്. ഇതുപോലെ ആ ഒരു അറ്റം വരെ എടുക്കണമെന്നില്ല, ആ ഒരു വളവ് വരെ എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അളന്നെടുത്ത് വെക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇതേപോലെ തന്നെ അളന്നെടുക്കുക. എത്ര തന്നെ നമ്മൾ ഏത് ലെവൽ വരെ നമ്മൾ കടലമാവ് അളന്നു അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചെയ്യാം. അപ്പോൾ കടലമാവ് എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത് കേട്ടോ. ഇനി വേണ്ടത് നെയ്യാണ്. നമ്മൾ പഞ്ചസാരയും കടലമാവും എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ നെയ്യ് അളന്നെടുക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് നെയ്യ് അളന്നെടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കാത്ത നെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യൊന്ന് ചൂടായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ, അധികം മണമൊന്നും ഇല്ലാത്ത ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കടലമാവ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ ഒരു പച്ച മണം മാറുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറും. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4.5 മിനിറ്റ് ആയിട്ടോ അത് മൂക്കാനായിട്ട്. ഇതാ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടയാൻ വേണ്ടിയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അരിച്ച് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യും എണ്ണയും ഇല്ലേ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു പകുതിയോളം ചേർക്കേണ്ടി വരും കേട്ടോ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 കപ്പ് കടലമാവ് അല്ലെങ്കിൽ 1 ഗ്ലാസ് കടലമാവാണ് എടുക്കണമെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റി ഫാറ്റിൻ്റെ എമൗണ്ട് എടുക്കണം. ഫാറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലും നെയ്യുമാണ്. ചിലവർ മുഴുവനായിട്ടും ഓയിൽ ചെയ്യും, ചിലർ മുഴുവനായിട്ടും നെയ്യിൽ ചെയ്യും. പക്ഷേ ഞാൻ ഈ എടുത്ത അളവ് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. എന്താ വെച്ചാൽ നെയ്യിൻ്റെ ആ ഒരു കുത്തില്ല, എന്നാലും അത്യാവശ്യം നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ട്, എങ്കിലും ഒരുപാട് കുത്തുണ്ടാവില്ല. നമ്മൾ ഡബിൾ ക്വാണ്ടിറ്റി, അതായത് 2 കപ്പ് നെയ്യ് തന്നെ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നെയ്യിൻ്റെ ഒരു കുത്ത് തോന്നും. മാത്രമല്ല എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, അതായത് ഇതുപോലെ നെയ്യും ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ട് തോന്നിയത് കേട്ടോ. ഇനി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് നമ്മൾ നേരത്തെ അളന്നെടുത്ത് വെച്ചിട്ടുള്ള 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതി അളവ്, നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര എടുത്താൽ അതിൻ്റെ പകുതി അളവ് മാത്രം വെള്ളം ചേർക്കുക, അതായത് 1/2 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഈ പാവിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒരു മഞ്ഞ നിറം കിട്ടാനായിട്ട് അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നൂൽപ്പരുവം വരും എന്ന് കരുതി വലിയ നൂൽപ്പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഡബിൾ സ്ട്രിങ് കൺസിസ്റ്റൻസിയോ നല്ല കട്ടിയുള്ള നൂലൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടി ചെറിയൊരു നൂല് വരുന്ന ആ ഒരു പരുവം മതി. ഒരുപാട് കട്ടിയിൽ ആവേണ്ട ആവശ്യമില്ല. പാവിന് കട്ടി കൂടുകയാണെങ്കിൽ നമ്മുടെ മൈസൂർ പാക്കും ഹാർഡായി പോവും. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ദയവ് ചെയ്ത് അളവൊന്നും മാറ്റരുത്. ഈ കറക്റ്റ് ഈ പറഞ്ഞ അളവിൽ തന്നെ ചെയ്യുക. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു അളവിൽ എത്തിയത്. ഇപ്പോൾ ചെയ്താലും ഒന്നില്ലെങ്കിൽ ഹാർഡാവും, അല്ലെങ്കിൽ അത്ര സോഫ്റ്റ് ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്പാച്ചില വെച്ച് കുറച്ചെടുത്ത്, നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടി ചെറിയൊരു നൂല് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവും നെയ്യും ഓയിലും തമ്മിലുള്ള കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരണ പോലെ തോന്നും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള നെയ്യും ഓയിലും ഇല്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ പതഞ്ഞ് വരുന്നത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ശരിയായിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുകയാണ്. ഏകദേശം എത്ര നേരം ഞാൻ ഇളക്കി നിങ്ങൾക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നിർത്താതെ കാണിക്കുന്നത്. അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്നാവും. അതുകൊണ്ട് എവിടെയും പോകുന്നരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ സിലിക്കോൺ സ്പാച്ചിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സുഖമാണ് ഇളക്കാനായിട്ട്, വലിയ എഫേർട്ട് തോന്നില്ല. മരത്തിൻ്റെ വുഡൻ സ്പാച്ചിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നും ഇളക്കാനായിട്ട്. ആദ്യമൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശരിയാവില്ലായിരുന്നു. ഞാനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡാവുമായിരുന്നു. അപ്പോഴേക്കും ഭയങ്കര സങ്കടമാണ്. പിന്നെ അത് ട്രൈ ചെയ്യാൻ തന്നെ വിഷമം. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വാശി, അത് ശരിയാക്കണം എന്നുള്ളൊരു വാശി ഉള്ളിൽ കയറി. അങ്ങനെയാണ് ചെയ്ത് എനിക്ക് തോന്നുന്ന ഒരു 8-9 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നെയ്യൊക്കെ ചേർക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു അളവിന് ചെയ്യുവാണെങ്കിൽ 400 ഗ്രാമോളം മൈസൂർ പാക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം എത്ര വിലയാവും 400 ഗ്രാം നമ്മൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് എന്നൊക്കെ മേടിക്കുമ്പോൾ. അപ്പോൾ നെയ്യും ഓയിലെല്ലാം തീർന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കരമായിട്ട് നെയ്യിൻ്റെ ഒരു സ്വാദായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല, ഭയങ്കര മടുപ്പ് തോന്നും. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഓയിൽ സ്കിപ്പ് ചെയ്ത് ഒരു ഗ്ലാസ് നെയ്യ് മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് ഇത്തിരി ഹാർഡാവും, നമ്മൾ വിചാരിച്ചത്ര ആ ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. ഇത്രയും മതിയാവും. ഇത് ഞാനിനി നമ്മുടെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇല്ലേ, അതുപോലൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊന്ന് 2 വട്ടം ടാപ്പ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ പാത്രത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ടൈം എടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് കൈവച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ താഴ്ന്നു പോകണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ചിലത് മുകൾ ഭാഗം ഭയങ്കര ഹാർഡായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിങ്ങനെ കൈ കുഴിഞ്ഞു പോകണം. ഇതാ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെറുതെ കത്തിയിലേക്ക് വെക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകും. അതാണ് കണ്ടോ, നല്ല സോഫ്റ്റാണ്. കറക്റ്റ് നമ്മൾ മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയാണ്. എൻ്റെ കയ്യിൽ ഇതുപോലെ പാത്രം ഇല്ല വേറെ റെക്റ്റാങ്കിൾ ഷേപ്പുള്ളത്. കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പുള്ള പാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഇത് സൈഡിൽ ചെറുതായിട്ട് ചെരിവും വളമൊക്കെ ഉണ്ട്. ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ട എടുക്കുമ്പോഴേക്കും അത് പൊട്ടുകയാണ്. അത്രയും സോഫ്റ്റാണ്. നമ്മൾ ശരിക്കും കണ്ടോ, തൊടുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൈ വെറുതെ വെക്കുമ്പോഴേക്കും തന്നെ അത് പീസായിട്ട് മാറുകയാണ്. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടുള്ള ഗീ മൈസൂർ പാക്കാണ്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോളൂ. നമ്മൾ ജസ്റ്റ് വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ വിരലിങ്ങനെ താന്ന് പോകണം. അതാണ് കറക്റ്റ് ഗീ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ. ഇതാ കണ്ടോളൂ, അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ കടലമാവ് അല്ലെങ്കിൽ പഴയ നെയ്യൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാറിയ ടേസ്റ്റൊക്കെ നമ്മുടെ ഒരു പൂത്ത ടേസ്റ്റൊക്കെ നമ്മുടെ മൈസൂർ പാക്കിന് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് അതിനെ ഷേപ്പാക്കാൻ പോവുകയാണ്. ചടാങ്! അപ്പം നമ്മുടെ ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ശ്രീകൃഷ്ണ സ്റ്റൈലിലുള്ള പെർഫെക്റ്റ് ഗീ മൈസൂർ പാക്കാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയദശമി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.